മഴ തോരും മുമ്പേടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മനു മുത്തശ്ശിയോട് അലീനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്നും അവളെ മാത്രമേ ഇനി വിവാഹം ചെയ്യൂ എന്നുള്ളതും തുറന്ന് പറയുകയാണ്. അപ്പോൾ ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മനു നീ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്? അതും അലീനയെ പോലുള്ള പെൺകുട്ടി. അലീന നല്ലതാണ്, പക്ഷേ അവളുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ ഫാമിലിയെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ. ഒരു കുടുംബ മഹിമ എന്ന് പറയുന്നത് ആ പെൺകുട്ടിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് മനു പറയുന്നുണ്ട്, നമ്മളെ കുടുംബം വലിയ കുടുംബമല്ലേ, പക്ഷേ ഇവിടെ നടക്കുന്നതൊക്കെ നല്ല കാര്യമാണോ? പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇവിടെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നത്. അക്കാര്യത്തിൽ അലീന നല്ലൊരു മിടുക്കിയായ പെൺകുട്ടി തന്നെയാണ്. അതുകൊണ്ട് മുത്തശ്ശി അക്കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട. പിന്നെ അവളെ പിഴച്ച് പ്രസവിച്ചതാണ് എന്നുള്ളത് മുത്തശ്ശി ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ വൈജയന്തിയുടെ കാര്യം ഞാൻ ഒന്ന് പറയേണ്ട കാര്യമല്ലേ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മനു നല്ലൊരു കൂട്ടം മുത്തശ്ശിക്ക് കൊടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മുടെ ഗംഗൻ മുത്തശ്ശിയെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ മുത്തശ്ശി മനു പറഞ്ഞ കാര്യം ഗംഗനോട് പറയുകയും ഇത് കേട്ടപ്പോൾ ഗംഗൻ പറയുന്നുണ്ട്, മനു നല്ല കാര്യമല്ലേ പറഞ്ഞത്, നല്ല പെൺകുട്ടിയല്ലേ അലീന, അവളെ വിവാഹം കഴിച്ചോട്ടെ, അവനൊരാഗ്രഹം പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് മുത്തശ്ശിയും മനുവിനോട് പറഞ്ഞ സെയിം കാര്യങ്ങളാണ് ഗംഗനോട് പറയുന്നത്. അവൾ നല്ല പെൺകുട്ടി തന്നെയാണ്, പക്ഷേ കുടുംബ പാരമ്പര്യവും തറവാടും ഒക്കെ നമ്മൾ നോക്കണ്ടേ എന്നൊക്കെ പറയുന്ന സമയത്തും മനു പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഗംഗൻ മുത്തശ്ശിയോട് മറുപടി പറയുന്നത്. അങ്ങനെ പിന്നീട് പിഴച്ച് പ്രസവിച്ചവളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് അതിനെ പറയാൻ അച്ഛനോ അല്ലെങ്കിൽ പറയത്തക്ക ബന്ധുക്കളോ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്ന സമയത്ത് ഗംഗൻ പറയുന്നുണ്ട്, അവൾക്ക് എല്ലാവരും ഉണ്ട്, അച്ഛനും ഉണ്ട്, അമ്മയും ഉണ്ട്, അമ്മാവന്മാരും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രനല്ലേ അവളുടെ അച്ഛൻ, വേറെ ആരാണ് ബന്ധുക്കളായിട്ടുള്ളത്? അവരുടെ കൂട്ടുകാരൊന്നും ഇത് എന്തായാലും അംഗീകരിക്കുകയില്ലല്ലോ, നാടറിഞ്ഞ് നടത്തിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ, ആരോടും പറയാത്ത രീതിയിലുള്ള ഒരു ബന്ധമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനല്ലേ അവളുടെ അച്ഛനെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഗംഗൻ ആ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ്. കാരണം ബാലചന്ദ്രനല്ല അവളുടെ അച്ഛൻ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശി പിന്നെ ആരെന്നൊക്കെ ചോദിക്കുമ്പോൾ ഗംഗൻ പറയുന്നുണ്ട്, എൻ്റെ കൂടെ ആഗ്രയിലുണ്ടായിരുന്ന ഒരു സ്റ്റാൻലി ഉണ്ടല്ലോ, അവനാണ് അലീനയുടെ അച്ഛൻ എന്നുള്ളത് തുറന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി തൻ്റെ മകളുടെ മകളാണ്, കൊച്ചുമകളാണ് അലീന എന്നുള്ള ആ ഒരു സത്യം മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ ഗംഗൻ പറയുന്നുണ്ട്, ഇനി ഇത് നോട്ടീസ് അടിക്കാനും ആരോടും പറയാൻ നിൽക്കണ്ട, നിന്ന് കഴിഞ്ഞാൽ വലിയ ഒരു കുഴിയാണ് മുമ്പിൽ കിടക്കുന്നത്, അതിലേക്ക് ചാടേണ്ടി വരും, ആ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതൊക്കെ പറഞ്ഞിട്ട് ഗംഗൻ അവിടെ നിന്ന് പോവുകയാണ്. ആ ഒരു സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അലീനയുടെ കാര്യത്തെക്കുറിച്ച്. എൻ്റെ മകളുടെ മകളാണല്ലേ, എന്നിട്ട് അവളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം അറിഞ്ഞുകൊണ്ടാണ് അവൾ വന്നതല്ലേ, അങ്ങനെയാണെങ്കിൽ പിന്നെ മനുവിനെ ആലോചിക്കുന്നത് തന്നെയാണ് നല്ലത്. ആരും അറിയാതെ ഈ രീതിയിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അവളെ കല്യാണം കഴിപ്പിച്ചാലേ ഒരു വിധത്തിൽ എല്ലാ കാര്യവും അങ്ങ് ഒതുങ്ങിക്കിട്ടും, ഇവരിൽ ഒതുങ്ങിക്കോളും. അല്ലെങ്കിൽ വൈജയന്തി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഒരു അനാഥ പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് പോലെ മനു അവളെ അങ്ങ് കല്യാണം കഴിച്ചോട്ടെ എന്ന് മുത്തശ്ശി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്.